ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളാക്കാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കടലയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 8 hours അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു മീഡിയം സൈസ് 1.5 സവാള എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കടല ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുള്ള ഇട്ട് കൊടുത്തു. അതിലേക്ക് കറിവേപ്പിലയും തക്കാളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ചൊന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇനി അതിലേക്ക് കടല എത്രയാണോ എടുത്തിട്ടുള്ളത് അതിന് നികയ്ക്ക് വെള്ളം എടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് മസാല എടുത്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല അത്രയും എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അതൊരു ബോളാക്കി എടുത്ത് വെക്കുക. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ബോൾ രൂപത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പിടി ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചുമന്ന മുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് അത്യാവശ്യം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ കടല നമുക്ക് വെന്തോന്ന് നോക്കാം. 6 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ആ കടായിലേക്ക്
ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് ഇത് കുറച്ച് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വേണ്ടാത്തവരാണെങ്കിൽ ഇത്രയും മതിയാവും. ഒട്ടും ടേസ്റ്റ് കുറവില്ല. ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കുറച്ച് തിളച്ച് വന്നപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതോടെ ഒഴിച്ചു കൊടുത്തു. ഇതോടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.